ടൈറ്റാനിക് ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ ഈ ടൈറ്റാനിക്കിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ വായിക്കാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ ലെഫ്റ്റിൽ കാണുന്നതാണ് ടൈറ്റാനിക് ബെൽഫാസ്റ്റ്. ഇത് സൗത്താംപ്ടണിൽ വന്ന സമയത്ത് എടുത്ത പിക്ചറാണ് ഇംഗ്ലണ്ടിൽ. അപ്പം അത് പിന്നെ പസഫിക്കിലോട്ട് പോകാൻ വേണ്ടി ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് സൗത്താംപ്ടൺ ആണ്, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കാണാം. പിന്നെ അതേപോലെ ഇപ്പുറത്തെ ഒരു ഇതുണ്ട്, ടൈറ്റാനിക്കിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ലോഞ്ച്ഡ് ഓൺ 31 May 1911 പിന്നെ മുങ്ങിപ്പോയത് 1912 1912 15 ഏപ്രിൽ 1912 ഇത് മുങ്ങിയത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വരുമ്പം കാണാവുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് SS നൊമാഡിക്, ദ വേൾഡ്സ് ലാസ്റ്റ് റിമൈനിങ് വൈറ്റ് സ്റ്റാർ ലൈൻ വെസൽ, അതിനെ നമുക്ക് പോയി നിന്ന് വിസിറ്റ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഒരു കാഴ്ചകളിലേക്കും കൂടെ നമുക്കൊന്ന് പോകാം. ഓക്കെ, ദ ലാസ്റ്റ് റിമൈനിങ് വൈറ്റ് സ്റ്റാർ ലൈൻ വെസലാണ് അന്നത്തെ കാലത്ത്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഇതാണ് SS നൊമാഡിക്കിൻ്റെ ഷിപ്പ്. ഇതാണ്ട് ഈ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതും കാണാം. ഇതാണ് ലാസ്റ്റ് വെസലാണ്. അപ്പോൾ ഇതിനകത്ത് കയറണമെങ്കിൽ ഇതിനകത്തിലും നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഞാൻ ടിക്കറ്റ് വേണ്ടാന്ന് വിചാരിച്ചാണ് ഇവിടെ വന്നത്. പക്ഷേ ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്താലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കട്ടെ ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിവേ ഇതും കൂടെ കാണേണ്ടതാണ്, നല്ലതാണ്. ഇതിൻ്റെ ഉൾവശവും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലുള്ള ഹോളും പിന്നെ ക്യാപ്റ്റൻസ് റൂമും ഒക്കെ നമുക്ക് ഇന്നത്തെ കൂടെ കാണാം. അതിൽ ചെന്നാൽ കാണാൻ പറ്റുന്നതാണ്. അതാണിത്.